ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു കോക്രോച്ച് ജനതാ പാർട്ടി CJP പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. CJI ने यंगस्टर्स को कॉकरोच क्या बोला? एक बंदे ने कॉकरोच जनता पार्टी ही बना दी और सिर्फ बनाई नहीं, 40,000 मेंबर्स भी ज्वाइन कर गए. क्योंकि इस पार्टी का मैनिफेस्टो देखोगे तो शॉक हो जाओगे. एलिजिबिलिटी का तो पूछो ही मत. और आयरनी देखो, कहीं यही कॉकरोच रिवर साफ कर रहे हैं, कहीं करप्शन के अगेंस्ट बोल रहे हैं और कहीं नीट पेपर लीक के बाद भी नेक्स्ट ईयर फॉर्म भर रहे हैं. CJP കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയായിട്ട് കണ്ടുവരുന്ന ഒരു പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി. എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. CJP കോക്രോച്ച് ജനതാ പാർട്ടി അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാൾ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ US ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ്. 30 വയസ്സുള്ള ഒരു ബിരുദധാരിയാണ്. പുള്ളിക്കാരൻ ഉണ്ടാക്കിയെടുത്ത ഒരു മൂവ്മെൻ്റാണ് CJP കോക്രോച്ച് ജനതാ പാർട്ടി. ഇടയ്ക്ക് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് പുള്ളിക്കാരന് ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊഴിൽ തേടി നടക്കുന്ന യുവാക്കൾ, അത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമല്ല, അത് പാറ്റകൾ എന്ന് പറയുന്ന ഒരു പാറ്റകൾ, ആ ഒരു പരാമർശം വന്നതിൽ തുടർന്ന് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊരു സംഭവം ഉണ്ടായി. അത് വളരെ മൂവ്മെൻറ്റ് ഭയങ്കരമായി സക്സസ് ആവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മൂവ്മെൻറ്റ് ഏകദേശം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ 2 കോടിയോളം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ എക്സ് അക്കൗണ്ടൊക്കെ ഗവൺമെൻറ് പൂട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എക്സ് അക്കൗണ്ട് ഇപ്പോൾ ഗവൺമെൻറ് സിസ്റ്റത്തിനെതിരായിട്ട് തുടങ്ങിയൊരു മൂവ്മെൻ്റ് ആയതിനാലായിരിക്കാം അവരത് പൂട്ടേണ്ട. അല്ലെങ്കിൽ ഒരു പുതിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ ഗവൺമെൻറ് പൂട്ടേണ്ട ആവശ്യം എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഗവൺമെൻറ്റിനായിട്ട് ബാധിക്കുന്ന ഒരു സംഭവങ്ങളല്ല അവർ സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ എന്തിനാണ് ഗവൺമെൻറ് അവരുടെ അക്കൗണ്ടുകൾ പൂട്ടുന്നത്? ഇതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് ശരിയാണെങ്കിൽ 2025 സെപ്റ്റംബറിൽ നേപ്പാളിൽ വലിയൊരു വിപ്ലവം നടന്നിട്ടുണ്ടായിരുന്നു. നേപ്പാളിൽ വിപ്ലവം നടന്ന എന്തെന്ന് വെച്ചാൽ ഒരു ജെൻസി വിപ്ലവം എന്ന് വേണം അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ. ജെൻസി വിപ്ലവം നടന്ന് നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. 2025 സെപ്റ്റംബർ കാലഘട്ടത്തിലാണ് ആ വിപ്ലവം വന്നത്. വളരെ ഒരു വയലൻ്റ് നിറഞ്ഞൊരു വിപ്ലവമായിരുന്നു അത്. ചിലപ്പോൾ അതിൽ ഭയപ്പെട്ടിട്ടായിരിക്കും, ഒരു വയലൻസ് നിറഞ്ഞൊരു മുന്നേറ്റം ഭാവിയിൽ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അതും ഇതിന് കാരണമായിട്ട് ഇവരുടെ എക്സ് അക്കൗണ്ടുകളൊക്കെ പൂട്ടാൻ കാരണമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പിന്നീട് ആ ഒരു വിപ്ലവം നേപ്പാളിൽ വിപ്ലവം ഉണ്ടാകുന്നത് മെയിൻ കാരണം അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിരോധിച്ചത് ഒന്ന്, പിന്നെ ഓൺലൈൻ ക്യാമ്പയിനിങ്, നെപ്പോട്ടിസം, സ്വജനപക്ഷപാതം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വന്നിട്ടാണ് നേപ്പാളിൽ ഒരു ഭയങ്കര അടിയും ബഹളവും വിപ്ലവമൊക്കെ ഉണ്ടായത്. അവിടെ KP ശർമ്മ എന്ന നേപ്പാൾ പ്രധാനമന്ത്രിക്ക് പിന്നീട് ഓടേണ്ടിയാണ് വന്നത്. പിന്നെ വളരെ ദാരുണമായ സംഭവമായിരുന്നു. പിന്നെ അത് പോരാഞ്ഞിട്ട് നമുക്ക് 2024 കാര്യം തന്നെ നമ്മൾ പരിശോധിച്ചാൽ 2024 ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ സ്ഥിരമായിട്ട് പ്രധാനമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതും ഒരു ജെൻസി വിപ്ലവം പോലത്തെ ഒരു സംഭവം തന്നെയാണ് അവരുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കിയത്. ഇനി അതുപോലത്തെ ഒരു മൂവ്മെൻ്റ് ആണോ നമ്മൾ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ സിസ്റ്റവും കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുകൂല മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മൊത്തം നമ്മൾ കാണുന്നത്. അതിന് വൻകിട മുതലാളിമാരായ അംബാനിയും അദാനിയും ഉൾപ്പെടെയുള്ളവർ അതിൽ ഫണ്ടിങ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലുള്ള മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അംബാനി അദാനി പോലുള്ളവർ ഫണ്ടിങ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുകൂലമായുള്ള നിലപാടെ മാധ്യമങ്ങൾ എടുക്കുകയുള്ളൂ. ഇത് ശരിയാണോ? അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് CJPയുടെ മൂവ്മെൻറ്റിൽ കേരളത്തിലും യുവ നേതാക്കളൊക്കെ അതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിയുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള യുവ നേതാക്കൾ ഒരുപാട് പേര് ഇവരുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ TMCയുടെ മഹുവ മോത്ര, പിന്നെ സിനിമാ താരങ്ങളായ ദിയ മിർസ, കൊങ്കണ സെൻ ശർമ്മ, അനുരാഗ് കശ്യപ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു മൂവ്മെൻറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവർ ഒരു മാനിഫെസ്റ്റോ ഇറക്കിയിട്ടുണ്ട്. ഇവരുടെ മൂവ്മെൻറ്റ് തുടങ്ങിയതിന് ഒരു മാനിഫെസ്റ്റോ അവർ ഇറക്കിയിട്ടുണ്ട്. അതിൽ 4 മെയിൻ പോയിൻറ്റ്സാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ പോയിൻറ്റ്സ് എന്തെന്ന് വെച്ചാൽ റിട്ടയർഡായ ജസ്റ്റിസുമാർ പിന്നെ രാജ്യസഭയിലോട്ട് പരിഗണിക്കുന്നത് ഒഴിവാക്കുക. അത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ അയോധ്യ വിഷയത്തിലും സംഭവത്തിലൊക്കെ അനുകൂലമായി നിലപാടെടുത്ത ജസ്റ്റിസുമാർ പിന്നെ രാജ്യസഭ MP ആയിട്ട് വരുന്നത്
നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ പറയുന്ന രണ്ടാമത്തെ പോയിന്റ് മന്ത്രിസഭ, ലോകസഭ മന്ത്രിസഭയിൽ ഒരു 50% സ്ത്രീ സംവരണം വേണമെന്നാണ് അവർ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ കാരണം അവർ പറയുന്നത് ഒരു ജനപ്രതിനിധി പാർട്ടി മാറി എന്ന് വെച്ചാൽ കൂറുമാറി, ഇപ്പോൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നിട്ട് പെട്ടെന്ന് അപ്പുറത്തെ പാർട്ടി കയറി ഭരണം കമഴ്ത്തി കിട്ടുന്ന ഒരു പരിപാടി, അങ്ങനെ ഒരു സംഭവം വന്നാൽ ആ ജനപ്രതിനിധിക്ക് 20 വർഷം ബാൻ വേണമെന്നാണ് ഇവരുടെ ഈ മൂന്നാമത്തെ പോയിന്റ് മാനിഫെസ്റ്റോയിൽ. പിന്നെ നാലാമത്തെ പോയിന്റ് ഗോദി മീഡിയകളുടെ സാമ്പത്തിക ഇടപാട് എന്ന് വെച്ചാൽ ഇപ്പോൾ അംബാനി അദാനി പോലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മീഡിയാസ് ഉണ്ട്. അപ്പോൾ ആ മീഡിയാസിൻ്റെ സാമ്പത്തിക ഇടപാട് പരിശോധിക്കണം. അങ്ങനത്തെ മീഡിയാസിന് അവസരം കൊടുക്കരുതെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ തന്നെ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ മൂവ്മെൻറ്റ് സൈറ്റ് തുടങ്ങിയ അഭിജിത്ത് ദീപ്കെ, പുള്ളിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്. രാജ്യസുരക്ഷ ഇപ്പോൾ ഈ CJP തുടങ്ങിയത് തന്നെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഭീഷണിയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഇവർ ഉന്നയിക്കുന്നത്. എന്തൊക്കെയായാലും ഒരു പുതിയൊരു മൂവ്മെൻറ്റ് വരുന്നതിൽ ഈ ഗവൺമെൻറ് ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ ചില സിനിമകൾ, ഇപ്പോൾ മണിരത്നത്തിൻ്റെ ആയുധ എഴുത്ത് പോലുള്ള സിനിമകൾ നമ്മൾ ഇതുപോലെ കണ്ടതാണ്. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് പ്രാവർത്തികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാജ്യത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ നിയമം, സുപ്രീം കോടതി ഉൾപ്പെടെ എല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുകൂലമായ നിലപാടാണ് പരമാവധി എടുക്കാറുള്ളത്. അതുപോലെ നമ്മൾ കണ്ടതാണ് ഇലക്ഷൻ കമ്മീഷനും ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു അടിമയായി തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ പോലുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിൽ, അത് വന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ അടിമകളെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. നമ്മൾ ബംഗാൾ ഇലക്ഷനും എല്ലാത്തിലും നമ്മൾ കണ്ടതാണ്. പിന്നീട് വേറെ എന്തുവാ, മീഡിയാസ് പിന്നെ കേരള, നമ്മുടെ മലയാളത്തിലെയും തമിഴിലെയും മീഡിയാസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. നോർത്ത് ഇന്ത്യൻ മീഡിയാസ്, നോർത്ത് ഇന്ത്യൻ TV ന്യൂസ് ചാനൽ നമ്മൾ പരമാവധി ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും, അവരുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു സംഭവം പ്രതിപക്ഷം ഉന്നയിച്ചാൽ പ്രതിപക്ഷത്തിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള ചില നിലപാടുകളാണ് ദേശീയ മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇവരുടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇവർക്കെതിരായിട്ട്, കേന്ദ്രത്തിനെതിരായിട്ട് എന്തെങ്കിലും മിണ്ടിയാൽ അപ്പോൾ തന്നെ അവരുടെ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നതും, അതൊരു ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇത് ഡെമോക്രസിയാണോ? ഡെമോക്രസി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആൾക്കാരെ നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുന്നത് അവർ വിമർശിക്കാനുള്ള അധികാരം ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ വിമർശിച്ചാൽ അവർ അറസ്റ്റാകുന്ന ഒരു സംഭവം നാട്ടിൽ അരങ്ങേറി തുടങ്ങിയാൽ പിന്നെ അതിനെ ഡെമോക്രസി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറെ ഒരു വിഷയം, ഇവർ ഇത്രയും പോയ 13 വർഷവും ഇവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം വിരോധം സൃഷ്ടിച്ചെടുത്ത് അത് വോട്ടാക്കി മാറ്റി അവർ രാജ്യം ഭരിക്കുക. മണ്ടന്മാരായ ജനങ്ങൾ, ചില ആൾക്കാർ അതിലോട്ട് വോട്ടിട്ട് ആ ഒരു വർഗീയതയിലോട്ട് വീഴുന്നു. അപ്പോൾ ഹിന്ദു മുസ്ലിം വിരോധം അജണ്ടയാക്കി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതല്ലാതെ വേറെ ഇവർക്കായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അത് ഒരു വയലൻ്റ് നേച്ചറിൽ പോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് ആണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ്, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റൊക്കെ തുടങ്ങുന്നതിന് അവർ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നതെങ്കിൽ, പക്ഷേ ഇതിൽ വയലൻ്റ് നേച്ചറൊക്കെ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതിലോട്ടൊരു വയലൻ്റ് നേച്ചറെല്ലാം കടന്നു വന്നു കഴിഞ്ഞാൽ ഇത് സ്ഥിതി തലകീഴായി മറിയുന്നതായിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. ഇതുപോലെ ഏത് മൂവ്മെൻറ്റ് തുടങ്ങിയാലും അതൊരു നല്ല ഉദ്ദേശത്തോടെ ആകട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഞാൻ ഈ മൂവ്മെൻറ്റിലൊന്നും ഇല്ല, ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം ഇത് കണ്ടപ്പോൾ കുറച്ച് ഒരു മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായി. 2029 ഒരു മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. ഈ ഒരു അരാജകത്വം നിറഞ്ഞ ഈ രാഷ്ട്രീയം ഒന്ന് മാറിപ്പോട്ടെ എന്ന് എന്നെ പോലുള്ളവർ പല ടൈമിലും ചിന്തിച്ചിട്ടുണ്ട്. അത് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും ജനങ്ങളെ കുറച്ച് ബോധവൽക്കരിക്കാൻ സാധിച്ചാൽ നന്നായെന്ന് തോന്നുന്നുണ്ട്. മൂവ്മെൻറ്റുകൾ തുടങ്ങേണ്ടത് ജനങ്ങളെ കുറച്ച് ബോധവൽക്കരിക്കാനായിരിക്കണം. അതിൽ വയലൻസ് കടന്നു കയറാൻ പാടില്ല. അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ തുടങ്ങിയൊരു മൂവ്മെൻറ്റും നല്ല രീതിയിൽ പോട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് 2029 അടുത്ത ഇലക്ഷൻ ഒരു മാറ്റം സംഭവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ഇന്ത്യ മാറി തുടങ്ങും. ഈ ഒരു ജാതി വർഗീയത, അരാജകത്വം എല്ലാം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭദിനം.